ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്കറിയാം, ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു ഫംഗ്ഷൻ, കുട്ടിയൊരു ഫംഗ്ഷന് റെഡിയാവാൻ ഞാൻ ബ്രീഫായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് എങ്ങനെ ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതും എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ലോങ് ലാസ്റ്റ് എത്ര ഉണ്ടെന്ന് ഈ വീഡിയോ എൻഡിൽ ഞാൻ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ പറയില്ലെങ്കിൽ ഫോട്ടോസ് ഇടുകയും ചെയ്യാം. അപ്പോൾ ഒരു വെഡ്ഡിങ് ഫംഗ്ഷന് പോകാൻ ഒരുങ്ങിയതാണ്. വെഡ്ഡിങ് ഫംഗ്ഷനിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ റെഡിയാവാം, സിമ്പിളായിട്ട് റെഡിയാവാം. ഇത് ലോങ് ലാസ്റ്റിംഗ് എങ്ങനെ ഉണ്ടെന്നും കൂടെ അറിയാനാണ് ഞാൻ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ലുക്ക് ക്രിയേറ്റ് ചെയ്ത് എത്ര മണിക്കൂർ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുള്ള കാര്യവും ഞാൻ പറയാം. സിമ്പിളായിട്ട് രണ്ടേ പ്രോഡക്റ്റ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ സ്ക്രീൻ ചെയ്യാം. അപ്പം നമുക്ക് വീഡിയോക്ക് എത്തിപ്പാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോക്ക് എത്തിപ്പാം. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ. ഞാൻ ഈ ഇട്ട പ്രോഡക്റ്റ് എത്ര നേരം ലോങ് ലാസ്റ്റിംഗ് ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ലാസ്റ്റ് അതിൻ്റെ ഫോട്ടോസും ഞാൻ ഇടാം. ഓക്കെ, ഞാൻ ഇതൊരു റിവ്യൂ ചെയ്യാമെന്നല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്ന് തന്നെ ഞെട്ടുന്നത്. നല്ല രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്കിൻ പ്രപ്പിങ് തന്നെ തുടങ്ങാം. ഫസ്റ്റ് ടോണർ അപ്ലൈ ചെയ്യാണ്. നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യുക. ഏത് ടോണറാണോ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് തന്നെ നിങ്ങൾ ഒരു നല്ലൊരു ടോണർ, സ്കിന്ന് നല്ല പ്രപ്പായിട്ടിരുന്നാൽ മേക്കപ്പ് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കും. നമ്മൾ സിമ്പിൾ മേക്കപ്പ് ചെയ്താലും ഞാനൊരു ഫംഗ്ഷന് പോകാനാണ് ഇപ്പം റെഡിയാവുന്നത്, ചെയ്താലും നിങ്ങളൊരു നല്ല സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ചെയ്യുക. ഓക്കെ, ലിപ്സ് നല്ല മോയ്സ്ചറൈസ്, കാരണം ടോണർ ആ സമയം കൊണ്ട് ആ ഫേസിൽ സെറ്റാവും. അപ്പം അത് സെറ്റ് ആവുന്നതാണ്. നമുക്ക് നല്ലൊരു ലിപ് ബാം, നിങ്ങൾ ഏത് ലിപ് ബാം ഇത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. സ്ക്രീനിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെയ്താൽ മതി. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം എനിക്കും ഒരു വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും. നെക്സ്റ്റ് ടോണർ നല്ലോണം അബ്സോർവ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിറം അപ്ലൈ ചെയ്യാണ്. നിങ്ങൾ ഏത് സിറമാണോ യൂസ് ചെയ്യുന്നത് ആ സിറം തന്നെ യൂസ് ചെയ്യും. ഞാനിവിടെ ഫോക്സിലെ സിറമാണ് യൂസ് ചെയ്യുന്നത്. ഫോക്സിലെ നല്ലൊരു സിറമാണിത്. ഒരു നല്ല സിറം നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. അത്യാവശ്യം 20+, 25+ ഒക്കെ ഉള്ളവർ സിറം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ക്ലൈമറ്റിൽ സിറം, ഏതെങ്കിലും സിറം, ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ പോകാൻ വിറ്റമിൻ സി സിറം അടിപൊളിയാണ്. നൈസിനമൈഡ് സിറം നൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്നതും അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു അബ്സോർപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്കിൻ നല്ലൊരു സിറം നല്ലതാണ്, എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി ഞാൻ എടുക്കുന്നുണ്ട്. എടുത്തിട്ട് ഫേസ് അത്യാവശ്യം മോയ്സ്ചറൈസർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം ഞാൻ സ്കിൻ പ്രപ്പിങ് തന്നെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ സ്കിന്ന് നല്ലോണം പ്രപ്പ് ചെയ്താലേ നമ്മൾ എവിടെയെങ്കിലും പോകാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകാനോ, ഇല്ലെങ്കിൽ എന്ത് ഫോട്ടോസിലൊക്കെ നല്ലോണം നമ്മുടെ ഫോട്ടോസ് നല്ലോണം വരണമെങ്കിൽ, ഇപ്പം അത്യാവശ്യം എല്ലാവരും ഫോട്ടോസ് ചെയ്ത് ഫംഗ്ഷന് പോകാമെന്നെങ്കിലും എല്ലാത്തിനും നല്ലോണം ഫോട്ടോസ് എടുക്കുന്നവരാണ്. അപ്പോൾ അതിനൊക്കെ സ്കിന്നിൽ നല്ലൊരു സ്കിൻ പ്രപ്പ് കൊടുത്താലേ നമ്മുടെ സ്കിന്നിനും നമ്മളിടുന്ന മേക്കപ്പ് ആയാലും, നമ്മളൊരു പൗഡർ ഇട്ടാലും നമ്മൾ സ്കിൻ പ്രപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കോമ്പാക്റ്റ് ഇട്ടാൽ പോലും നമ്മൾ സ്കിൻ എത്രത്തോളം നമ്മൾ പ്രപ്പ് ചെയ്യുന്നു അതനുസരിച്ചാണ് ഇതൊക്കെ നമ്മുടെ ഫേസിൽ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എൻ്റെ കഴുത്തിലും എൻ്റെ ഫേസിലൊക്കെ ഞാൻ ആ ഒരു പ്രോഡക്റ്റ് മാത്രമേ, കാരണം നല്ല ഹൈഡ്രേഷൻ തരും. ഇതെനിക്കൊരു പ്രൈമറായിട്ടും ഇതെനിക്ക് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പ്രൈമറൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ ഞാൻ ഫുൾ ഫേസിനും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഇവിടെ കൺസീലറാണ്. പാക്കിൻ്റെ കൺസീലറാണ് ഞാൻ എടുക്കുന്നത്. പാക്കിൻ്റെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് നിങ്ങൾക്ക് താല്പര്യമോ അതെടുക്കുക, ഇന്നത് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് അഫോർഡബിൾ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ നല്ല കൺസീലറുണ്ട്. സ്വിസ് ബ്യൂട്ടി ഈ കൺസീലർ എടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ ഒരു കൺസീലറാണ് എടുക്കുന്നത്. കൺസീലർ എടുത്തിട്ടുണ്ട്. ഞാൻ അണ്ടർ ഐസിൽ മാത്രമാണ് ഞാൻ
കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അണ്ടർ ഐസ് മാത്രം. അണ്ടർ ഐസിൽ അത്യാവശ്യം കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളതുകൊണ്ട് അതൊന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ഒരു ചെറുതായിട്ട്, അതുപോലെ ഇവിടെയും ചെറുതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻ്റെ ഫിംഗേഴ്സ് വെച്ച് തന്നെ ഇതൊന്ന് സ്മജ് ഓഫ് ചെയ്യുക. എല്ലായിടത്തും അത്യാവശ്യം ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ പറഞ്ഞ സ്വിസ് ബ്യൂട്ടിയുടെ ആ ഒരു ഷെയ്ഡും നല്ലൊരു ഷെയ്ഡാണ്. അത് എൻ്റെ ഏകദേശം പെർഫെക്റ്റായിട്ട് റേഞ്ചുള്ള ഷെയ്ഡാണ്. ഇവിടെ ചെറുതായിട്ട് ചിലർക്കൊക്കെ ഈ ഏരിയയിൽ ഡാർക്ക് സ്പോട്ട്സ് ഉള്ള ഏരിയയിൽ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇവിടെയൊക്കെ ഞാൻ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്ന ആ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫിംഗേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. കണ്ടില്ലേ, അത്യാവശ്യം ഇത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം എല്ലായിടവും കവറായിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഹീറോയിനാണ് വരാൻ പോകുന്നത്. ഈ ഒരു ഡോട്ട് ആൻഡ് കീയുടെ സ്കിൻ ടിൻറ്റാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് 03. ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്കിൻ ടിൻറ്റ് ഇത് നമുക്ക് സൺ പ്രൊട്ടക്ഷനും തരും, അത്യാവശ്യം കവറേജും തരും. അത്യാവശ്യം നമുക്ക് ഫുള്ള് ഞാനൊന്ന് കവർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഇച്ചിരി ഡാർക്കർ ഷെയ്ഡും കൂടെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡാർക്കർ ഷെയ്ഡുള്ളവർക്കൊക്കെ കറക്റ്റ് പെർഫെക്റ്റ്. കാരണം എനിക്ക് അത്യാവശ്യം പെർഫെക്റ്റ്, എനിക്കൊന്നും എൻ്റെ ഒരു 3-ാമത്തെ 4-ാമത്തെ ഷെയ്ഡാണ് ഇതിൻ്റെ. ഇച്ചിരിയും കൂടെ ഡാർക്കർ ഷെയ്ഡുള്ളവർ ഇച്ചിരി കൂടെ റേഞ്ച് സ്കിൻ ടീനിൽ ഇച്ചിരി കൂടെ റേഞ്ച് ഇറക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവർക്കും ഹാപ്പി ആയിരിക്കും. കാരണം നല്ല കൺസിസ്റ്റൻസിയാണ്, നല്ല റേഞ്ചാണ് കേട്ടോ. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഫൗണ്ടേഷനിൽ പിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ഈ സ്കിൻ ടിൻറ്റ് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ്. നല്ലോണം ഗ്ലൈഡ് ആവും, നമ്മുടെ ഫേസിൽ അടിപൊളിയായിട്ട് ഗ്ലൈഡ് ആവും. കണ്ടില്ലേ, ചെറിയൊരു മേക്കപ്പ് ചെയ്തതിൻ്റെ തൊട്ടുണ്ട് നല്ലൊരു ഗ്ലോയും തരുന്നുണ്ട്, നല്ലൊരു ഗ്ലോ തരുന്നുണ്ട്. ഡെയിലി വരാണ്. നമുക്ക് കണ്ണും പൊട്ടി ഇത് വാങ്ങിച്ചോളൂ കേട്ടോ. ഇത് ഓഫറിലൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. ഓഫർ വരുവാണെങ്കിൽ ഒന്നും നോക്കണ്ട, വാങ്ങിച്ചോ. ഇതിൻ്റെ ഡാർക്ക് ഷെയ്ഡ് വരുവാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറയാതിരിക്കട്ടെ. എനിക്ക് തോന്നുന്നില്ല 6-5 ഷെയ്ഡുകൾ ഇച്ചിരി കൂടി ഡാർക്കർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരുപാട് പേര് ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കും. നല്ല കൺസിസ്റ്റൻസിയാണ്, എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു 3-4 പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം യൂസ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു കോമ്പാക്റ്റ് എടുത്ത് സെറ്റ് ചെയ്യുക. ഇതെല്ലാം പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു കോമ്പാക്റ്റ് എടുത്ത് ഞാൻ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം ഒരു സമ്മർ ടൈമാണ്. ഒന്ന് ഇതൊക്കെ ഒന്ന് ലോക്ക് ചെയ്തിരിക്കാനായിട്ട്, ഒരുപാട് ഗ്രീസിനെസ് വരാതിരിക്കാനായിട്ട് ഞാനൊന്ന്. സൺസ്ക്രീൻ മസ്റ്റാണോ എന്ന് ചോദിക്കുന്ന സംശയമുള്ള സൺസ്ക്രീൻ മസ്റ്റാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് സൺസ്ക്രീന് സമ്മർ ടൈമിലായാലും വിൻ്റർ ടൈമിലായാലും മഴ സമയത്തല്ല, മഴ സമയമല്ലോ ആവശ്യമില്ലെന്ന്. പക്ഷേ ഇപ്പം ഒരുപാട് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് പരമാവധി സൺസ്ക്രീൻ യൂസ് ചെയ്യുക, സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ റെഡിയായി പോകുമ്പം ഡെയിലി വെയറിനൊക്കെ ഓഫീസിലൊക്കെ പോകുന്നവർ എല്ലാ പ്രാവശ്യം മേക്കപ്പ് ആയാലും സൺസ്ക്രീൻ എല്ലാം കൂടെ മാറിയിടാൻ ഇഷ്ടമില്ലാത്തവർ ഇതേപോലത്തെ ടിൻ ടൈപ്പ് യൂസ് ചെയ്യുക. ടിൻ ടൈപ്പ് യൂസ് ചെയ്ത് ഒന്ന് കോമ്പാക്റ്റ് എടുത്ത് സെറ്റ് ചെയ്താൽ സെറ്റ്. എൻ്റെ ഫുൾ ഫേസിലെ റേഞ്ച് കഴിഞ്ഞു. ഇനി ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും വെക്കുന്നില്ല. അടുത്ത ഞാൻ ഒന്ന് ഐബ്രോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോസ് സെറ്റ് ചെയ്ത് കാജൽ എഴുതിയ നല്ലൊരു ഐബ്രോ പെൻസിൽ എടുക്കുക. ഏത് ഐബ്രോ ആയാലും മതി. അഫോർഡബിൾ റേഞ്ചുള്ള ഐബ്രോസ് പറയണമെങ്കിൽ പറഞ്ഞാൽ മതി. അതിൻ്റെ ഐബ്രോസിൻ്റെ കാര്യം, ഐബ്രോ പെൻസിലിൻ്റെ കാര്യം ഞാൻ പറയാം.
ഐബ്രോസ് ഒന്ന് വരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഡിഫൈനായിട്ട് വരാം കേട്ടോ. ഉണ്ടോ ഈ ഐബ്രോസ് തമ്മിൽ വ്യത്യാസം കണ്ടോ? എൻ്റെ അത്യാവശ്യം തിക്കാണ്, പക്ഷെ ഒരുപാട് തിക്കല്ല. എന്നാലും എൻ്റെ ഐബ്രോസ് ഇച്ചിരി ഞാൻ വരയ്ക്കുന്നുണ്ട്. ഐബ്രോസ് വരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു ഡിഫറൻസ് ഇല്ലേ? അപ്പം ഞാൻ ഈ ഒരു ഐസിലും കൂടെ വരച്ചിട്ട് തരാം. ഓക്കെ, ഇതാ കണ്ടില്ലേ? ഈ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്ത്, ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്തു, അത്യാവശ്യം ഫില്ല് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് പെൻസിലിൽ സ്മഡ്ജാവുന്ന പേടിയുള്ളവർ ഒന്ന് ബ്രോ ജെല്ലും കൂടെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഓക്കെ ആവും. ഡാസ്ലറിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതെനിക്ക് കുഴപ്പമില്ല. പെൻസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെയാണ്, ഐബ്രോസ് ഒക്കെ വരയ്ക്കാൻ അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഞാനൊരു ഐ ഷാഡോ എന്ന് വെച്ചാൽ ഒരു ചെറുതായൊരു ഐ ഷാഡോ കൊടുക്കും. കാര്യം നമ്മൾ ഫോട്ടോസൊക്കെ ഞാൻ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് എടുത്തേക്കുന്നത്. ഇത് മാസിൻ്റെ ഡാൻസ് ഓഫ് ജോയ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇതിൻ്റെ റേഞ്ച് ഞാൻ എന്തായാലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ലൈറ്റർ ഷെയ്ഡ് കൊണ്ട് എൻ്റെ ഐലിഡ്സിൽ ചെറുതായിട്ട് ഞാൻ എൻ്റെ ഫിംഗേഴ്സ് കൊണ്ട് തന്നെയാണ് ഞാൻ ഐ ഷാഡോസ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ മിക്കവാറുള്ള വീഡിയോസിലെല്ലാം എൻ്റെ ഫിംഗേഴ്സ് വെച്ച് തന്നെയാണ് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, പ്രയോജനമാവുന്നുണ്ടോ, എങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഇനി അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്ന് കാര്യമൊന്ന് പറയാം കേട്ടോ. സബ്സ്ക്രിപ്ഷൻ കുറവാണ്, അത്യാവശ്യം ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആർക്കൊക്കെ എത്രത്തോളം ബെനിഫിറ്റ് ആവുമെന്ന് ഒന്ന് പറയുക. ഓക്കെ, ഞാൻ ലൈറ്റർ ഷെയ്ഡ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 2 ഷെയ്ഡ് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ, ഒരു ന്യൂഡ് ഷെയ്ഡ് കൊടുക്കാനാണ് താല്പര്യം. കാരണം ഞാൻ ഇടുന്നത് ഒരു കുർത്തി ടൈപ്പ് ഡ്രസ്സാണ്. കാര്യം നമുക്ക് ഫങ്ഷനൊക്കെ പോകാനായാലും എന്തെങ്കിലും ഫോട്ടോ സെക്ഷൻ ആയാലും ഒരു ന്യൂഡ് ഷെയ്ഡ് കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ഷെയ്ഡുള്ള ന്യൂഡ് പാലറ്റൊക്കെ ഉണ്ട്. നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള ഓഫേഴ്സൊക്കെ ഉള്ളപ്പോൾ നിങ്ങളൊന്ന് വാങ്ങിച്ച് വെക്കുക. കുറേ നാൾ ഐ ഷാഡോസ് അത്യാവശ്യം ഓടും. നല്ല റേഞ്ചിലൊക്കെ ഉള്ളത് പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം ഗോൾഡൻ കളറൊക്കെ ഉള്ളത്, ന്യൂഡ് കളർ ബ്രൗൺസ് ഒക്കെ ഉള്ളത് നോക്കി വാങ്ങിക്കുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നാൾ പ്രോഡക്റ്റ് ഓടും. നെക്സ്റ്റ് ഞാനൊരു ഗോൾഡൻ ഷെയ്ഡ് ഞാൻ എൻ്റെ ഐസിൻ്റെ ഈ ഒരു കോർണറിൽ കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഐസിലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഗ്ലിറ്ററി ആക്കുന്നുണ്ട്, ഒരുപാട് പോപ്പപ്പായിട്ട് അറിയാനും പാടില്ല. പിന്നെ ഒരു റോസ് ഗോൾഡ് ഷെയ്ഡ് എടുത്ത് സെൻറ്റർ പോയിന്റിൽ 2 ഷെയ്ഡൊന്ന് മിക്സ് ചെയ്തതിൻ്റെ കൂട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 ഷെയ്ഡും കൂടെ മിക്സ് ആവും. അതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, രണ്ടും കൂടെ ഞാനൊന്ന് മെർജാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൽ നല്ലൊരു ഐ ലുക്ക്. നമുക്ക് സൈഡിലൊരു ഇച്ചിരി ബ്രൗൺ വേണമെങ്കിൽ ഇച്ചിരി ബ്രൗൺ ഷെയ്ഡ് ഒന്ന് പോപ്പപ്പായിട്ട് നിൽക്കണമെങ്കിൽ അതൊന്ന് നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഫിംഗേഴ്സ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ കയ്യിലുണ്ടാവും കൺട്രോൾ. ബ്രഷസ് ഒക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഓവറായി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് കറക്റ്റായിട്ട് സ്മഡ്ജ് ചെയ്യാൻ കുറേ സമയം എടുക്കുക. അപ്പോൾ നമ്മൾ ഫിംഗേഴ്സ് കൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ കാര്യം കുറച്ച് ലെങ്തി ആവും. ഞാൻ ഞാൻ അത്യാവശ്യം ഫങ്ഷൻസൊക്കെ പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഒരുങ്ങുന്നത്. ചിലപ്പം ഹെവി ആയിട്ട് ഏതെങ്കിലും വീഡിയോസ് ചെയ്യാനുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ഒരുങ്ങുന്നത്. ഓക്കെ, ഇപ്പം നല്ലോണം ഒന്ന് ഐ ലൈൻ ചെയ്ത് കൊടുക്കുക. മേളിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ,
കാര്യം അന്നേരം ഈ ഒരു ട്രിക്കിൻ്റെ കാര്യം പിന്നെ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്താവും. ഞാൻ താഴെ കാര്യം ഞാൻ സ്പെക്സും വെക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ലൊരു താഴെ അതുപോലെ തന്നെ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യണം. നല്ല കണ്ണ് നല്ലോണം തുറന്നിരിക്കൂ. കണ്ണെഴുതി മസ്കാര ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ നല്ല ലുക്ക് വരും. ഓക്കെ, അപ്പോൾ മസ്കാര ഒന്ന് സെറ്റ് ചെയ്യാം ഇവിടെ. ഓക്കെ, അപ്പം ഇനി എൻ്റെ ഐസ് ഇതെല്ലാം നല്ല സെറ്റായി. ഓക്കെ, അപ്പം ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് തരാം. ഓക്കെ, അപ്പം ഞാൻ ലിപ് പെൻസിലൊന്നും എടുക്കുന്നില്ല. ഒരു ലിപ്പ് ലൈനർ തന്നെ, ഒരു ക്രയോൺസ് എടുത്തിട്ട് ലിപ്പ് ഒന്ന് ഇതൊരു നല്ല ഷെയ്ഡാട്ടോ, നല്ലൊരു കോംപ്ലിമെൻ്റ് തരുന്ന ഒരു ക്രയോൺസ് ആണ്. ഒരുപാട് ഡ്രോയിങ് അങ്ങനെ ഒന്നുമില്ല. കാണിച്ചു തരാം അല്ലേ, നല്ലൊരു ഷെയ്ഡാ. ലിപ്പ് ലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനത്തെ ക്രയോൺസ് യൂസ് ചെയ്യുക. സംഭവം അടിപൊളിയായിരിക്കും. ഓക്കെ, ലിപ്സ് അപ്ലൈ ചെയ്തു. ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ വിചാരിച്ചു ഇച്ചിരിയും കൂടെ ഒരു കളർ, ചിലപ്പം ഇത് ട്രാൻസ്ഫർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ആവാതിരിക്കാൻ മാൾസിൻ്റെ ഈ ഒരു മിസ് ട്രിപ്പ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലെഹങ്കസ് തന്നെ ഇങ്ങനെ സ്മഡ്ജ് ആവാതെ, ഒരുപാട് സ്മഡ്ജ് ആയാലും ആ കളർ പേ ഓഫ് അങ്ങനെ ഇരിക്കും, അങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ലിപ്സ്റ്റിക് അടിപൊളിയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സംഭവം സൂപ്പർ ലിപ്സ്റ്റിക്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിൽ ഇപ്പം ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫേസ് ഇപ്പം നോക്കിയപ്പം എന്താ പറയുക, ഒരു പ്ലെയിൻ ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു ബ്ലഷ് എടുക്കുകയാണ്. ബ്ലഷ് എന്ന് വെച്ചാൽ ധാരാളം ബ്ലഷ്, ഈ ഒരു പ്രൊഡക്റ്റാണ് എടുക്കുന്നത്. പിന്നെ ബ്ലഷ് ഈ ഒരു ജെല്ലി ടൈപ്പുള്ള ഒരു ഷനം ചെറുതായിട്ടൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടാനായിട്ട് ചെറുതായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്.
ഈ പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഓക്കെ, ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ. നെക്ക് എൽബോയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫങ്ഷന് പോയില്ലേ, അപ്പോൾ നമ്മൾ ഒന്ന് ഇതാവാനായിട്ട് അതേപോലെ ചെറുതായിട്ട് ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമല്ല കേട്ടോ, ഞാൻ പിന്നെ ഇത് കണ്ടപ്പോൾ ഒന്ന് യൂസ് ചെയ്യാൻ വിചാരിച്ചു. കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ്, ഇച്ചിരി പ്രൈസിയാണ്. ഇതെനിക്ക് എന്തോ വാങ്ങിച്ചപ്പം ഫ്രീ കിട്ടിയ പ്രോഡക്റ്റാണ്, കുഴപ്പമില്ല, ഓക്കെയാണ്. ഹൈലൈറ്റർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഒരു കോമ്പാക്ട് പൗഡർ കൊണ്ടിരിക്കുന്ന ഒരു ഹൈലൈറ്ററാണ്. അപ്പം ഇത്രയാണ് എൻ്റെ ഫേസ് മേക്കപ്പ് സെറ്റിംഗ്. അപ്പം ഇതാ എൻ്റെ ഫൈനൽ ലുക്ക് റെഡിയായി, ഫുൾ സെറ്റായി. ഓക്കെ, അപ്പം ഇതുപോലെ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ചാനൽ ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും വീഡിയോസ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. എല്ലാവരും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഒന്ന് കാണുക, ഫുള്ളായിട്ട് കാണാൻ. എൻ്റെ ഇച്ചിരി ലോങ് വീഡിയോ, കാരണം ഞാൻ ബ്രീഫായിട്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഫുള്ളൊരു മേക്കപ്പ് ലുക്ക്, ഒരു ഫങ്ഷൻ ഒക്കെ പോകണ നമ്മൾ ഓണായിട്ട് മൈ സെൽഫായിട്ട് നമുക്ക് ഒരുങ്ങണമെങ്കിൽ റെഡി ആവാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. കോസ്റ്റ് റേഞ്ച് കുറവായിട്ടുള്ള അത്യാവശ്യം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു മേക്കപ്പ് റേഞ്ച് തന്നെയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പം ഇതൊക്കെയേ ഉള്ളൂ. അതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരു നല്ലൊരു സപ്പോർട്ടും കൊടുക്കുക. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഏത് വീഡിയോ വേണമെന്നുള്ളത് അത് കമൻറ്റ് സെക്ഷനിലൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ, ലവ് യു ഓൾ. പിന്നെ ഇത് എത്ര നേരം ലോങ് ലാസ്റ്റിംഗ് ഉള്ളതെന്നുള്ള ഫോട്ടോസ് ഞാൻ ലാസ്റ്റിൽ ഈ വീഡിയോയുടെ ലെൻറ്റിന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചേക്കാം. ഓക്കെ, വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോ ചെയ്യാം, ഇല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് എത്ര ഉണ്ടെന്ന് ഞാൻ ഫോട്ടോസ് ഇട്ടേക്കാം. നെക്സ്റ്റ് വീഡിയോ. ബൈ, ലവ് യു ഓൾ. ബൈ. ഞാനിട്ട ഈ ഒരു ലുക്ക് ഒരു 6 to 7 hours വരെ ഞാൻ ലോങ് ലാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.